ഇന്നലെ നമ്മളൊരു ന്യൂസ് ചെയ്തിരുന്നു. മറ്റേ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു കുട്ടിയെ വലിച്ചെറിഞ്ഞു, റോട്ടിൽ നിന്ന് പ്രസവിച്ച ഉടനെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതികളെ ശരിയായിട്ട് പിടുത്തം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്, പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് ഈ മകൾക്ക് ഗർഭമുള്ളത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കാമുകനെ പരിചയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ ഈ സ്ത്രീ പറയുന്നത് അവൻ പീഡിപ്പിച്ചതാണ്, എന്റെ സമ്മതപ്രകാരം ഒന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതിലുണ്ടായ ഗർഭമാണ്. ഈ ബാത്റൂമിൽ പോയിട്ട് പ്രസവിച്ചതിന് ശേഷം പല വാർത്തകൾ വരുന്നുണ്ട്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷമാണ് പുതപ്പിൽ പൊതിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ഉന്നം തെറ്റിയിട്ട് അത് റോട്ടിലേക്ക് വന്നതാണെന്ന് പറയുന്നുണ്ട്. അതല്ല, ഇനി ഇത് കുട്ടി പ്രസവിക്കുന്ന സമയത്തിന് ചാപ്പിള്ളയായിട്ടാണോ പ്രസവിച്ചത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കേ, അല്ലേ? നമ്മളൊക്കെ വീട്ടിലൊരു പ്രസവം നടക്കണമെങ്കിൽ ഡോക്ടർ വേണം, നഴ്സ് വേണം. അതിന്റെ അപ്പുറത്തേക്ക് ഉമ്മടെ കൈ വിട്ടു പോകൂല, മോന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിടിച്ച്. ഞാൻ വെറുതെ പറയല്ല. ആ അവസരത്തിൽ സ്വന്തമായിട്ട് ഈ ഗർഭമുള്ളതിനെ മറച്ചു വെക്കുകയും എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് പ്രസവിച്ചിട്ട് അതിന്റെ പുക്കൾ കൂടെയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ പൊതിഞ്ഞിട്ട് പുറത്തേക്ക് എറിയ. ഇവിടെ ഒരു മനുഷ്യന്റെ മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ്. അതിന്റെ ധൈര്യം നമ്മൾ നോക്കണ്ട. ചില സമയത്ത് മെന്റലി ഷോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ധൈര്യം എന്നല്ല അതിന് പറയാം. എന്തോ ആവട്ടെ, എനിക്ക് പറയാനുള്ളത് എന്റെ ശ്രോതാക്കളോട്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും 100% പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ ഒരു സംഭവം അത് വിട്ടു, ഇനി അത് പോലീസും കേസും എന്തോ ആവട്ടെ, ഈ സംഭവവുമായിട്ട് അനുബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഇതുമായിട്ട് നമ്മൾ കേൾക്കും എന്തെങ്കിലും ഒരു ഉപകാരം വേണമല്ലോ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോമിക്കോ അല്ലെങ്കിൽ കുറെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു വിഷയം വരുമ്പോഴാണ് അതിനെക്കുറിച്ച് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. ആ കേൾക്കുന്നതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും എന്ത് പാഠമുണ്ട്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരാളെ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിൽ വിശേഷം ഉണ്ടാകുന്നു. ഈ പ്രണയിക്കുവാനും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചെയ്യുവാനും അവൻ വിളിച്ച സ്ഥലത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ അവനെ സ്വന്തം ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരാനോ ഈ കുട്ടിയുടെ കാര്യത്തിലല്ലോ, മൊത്തത്തിൽ ഞാൻ പറയാണ്, അതിനൊക്കെ ധൈര്യം കാണിക്കുന്ന ആ പെണ്ണിന് എന്തുകൊണ്ടാണ് ഇതിനെ ഒന്ന് അബോർഷൻ ചെയ്താൽ പോലെ? അതല്ലെങ്കിൽ ധീരമായിട്ട് പ്രസവിച്ചിട്ട് അതിനെ വളർത്തണം. അതല്ലാതെ ഒരു ചോര പൈതലിനെ കൊല ചെയ്തൊരു കൊലപാതകി എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ട് എന്തു സുഖമാണ് എൻ്റെ സഹോദരിമാരെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നവരോട് എന്തു സുഖമാണ് നമുക്ക് ലഭിക്കുന്നത്? പ്രണയിക്കാൻ കാണിക്കുന്ന ധൈര്യം, ഒരാളെ പ്രണയിക്കുന്നുവെങ്കിൽ ആ പ്രണയിക്കാൻ കാണിച്ച ധൈര്യം, പ്രണയം ഒരു ധൈര്യത്തോടു കൂടെ ഒക്കെ വേണം. അല്ലാതെ ചുമ്മാ ഒരു അലസമായിട്ട് ഒരു മാങ്ങാപ്പിളി പ്രണയം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ജീവിതം വെച്ചായി കളിക്കുന്നത്. നിങ്ങളുടെ പേനയോ പെൻസിലോ മൊബൈലോ വെച്ചിട്ടല്ല, ശരീരം വെച്ച് മനസ്സ് വെച്ചിട്ടായി കളിക്കുന്നത് പ്രണയ സമയത്തൊക്കെ. അപ്പൊ പ്രണയിക്കാൻ നമ്മളൊരു ധൈര്യം കാണിക്കുന്നുവെങ്കിൽ ആ പ്രണയം അവസാനിപ്പിക്കാനുള്ള ധൈര്യം നമുക്ക് കാണിക്കാൻ കഴിയണം. പ്രണയിക്കുന്നവരുമായിട്ട് അകലുന്ന സമയത്ത് സ്വന്തമായിട്ട് ജീവിക്കുവാനുള്ള മനക്കരുത്തും വേണം. അതല്ലെങ്കിൽ എന്തു പ്രണയം, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ ആരും 100% പെർഫെക്റ്റോ നല്ല ആളുകളൊന്നല്ല. ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഓരോരുത്തരേക്കും പല രീതിയിലുള്ള സ്മെല്ലുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതും കേൾക്കാനും അറിയാനൊക്കെ ഉണ്ടായിരിക്കും. അതെന്തോ ആവട്ടെ, ഇന്നത്തെ സാഹചര്യം നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങളും മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. മുന്നത്തെ പോലെ അല്ല. ഇന്നിപ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞ ആണിനും പെണ്ണിനും എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ്. മുന്നൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റിയിരുന്നില്ല, ഇപ്പൊ ഹോട്ടലിൽ റൂം കൊടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തില് പല രീതിയിലുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ആണിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് നഷ്ടമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. സ്വന്തം ശരീരത്തിനെയും സാഹചര്യത്തിനെയും സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നീട് വിപത്തുണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കാമുകൻ നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല, അവർക്ക് അവന്റെ സ്വന്തം ശരീരം തന്നെ ഒരു സൂക്ഷ്മതയില്ല. അവൻ മദ്യപിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നു. പിന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഗർഭിണിയാകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ ചീത്തപ്പേരുണ്ടാകുമോ, അല്ലെങ്കിൽ ഭാവി നിങ്ങളുടെ ജീവിതം നശിക്കോ എന്നൊന്നും അവൻ നോക്കാൻ യാതൊരു രീതിയിലും തുനിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു കുട്ടിയുടെ സംഭവം വെച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്.
ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്ക് പല ഫ്രീഡങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഫ്രീഡം കിട്ടിയിട്ടുണ്ടെങ്കിലും അല്പനേരത്തെ സുഖം ആസ്വദിച്ചുകൊണ്ട് ആയുസ് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആയുസ് മുഴുവൻ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയങ്ങളോ ബന്ധങ്ങളോ നിങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അത് നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുന്നു, എവിടെ ജോലി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. എവിടെയാണോ നമ്മുടെ ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകുന്നത്, പക്വത നഷ്ടപ്പെട്ടു പോകുന്നത്, ജീവിതകാലം മുഴുവൻ നമുക്ക് സമൂഹത്തിൽ അസ്വസ്ഥമായി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, പ്രണയിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ചങ്കൂറ്റം പ്രണയം നഷ്ടപ്പെടുമ്പോൾ, ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് രീതിയിലുള്ള ശാരീരിക ബന്ധമോ കാര്യങ്ങൾക്കോ നിന്നുകൊണ്ട് നിങ്ങൾ സുഖിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ ഒരു കാര്യമാ പറയുവാനുള്ളത്, എത്രയോ സേഫ്റ്റി മാർഗങ്ങളുണ്ട്. അവിടെ അതിനൊന്നും ക്ഷമയില്ല, സൂക്ഷ്മതല്ല എന്ന് പറയാ. ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ചുമ്മാ ഒന്ന് മൂക്കി ചീന്തിയാലോ പരസ്പരം ഷെയ്ക്കൻഡ് കൊടുത്താലോ ഒന്നും ഗർഭിണി ആവില്ലല്ലോ. ഉറപ്പല്ലേ? അല്ല, ഉള്ള കാര്യം തുറന്നു പറയും, ഇങ്ങനെ പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ. ഇത് അത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ എളുപ്പമുണ്ടായിരിക്കുള്ളൂ. ഇത് ഡേറ്റ് തെറ്റുന്നു അല്ലെങ്കിൽ പീരീഡ്സിന്റെ കാര്യങ്ങൾ തെറ്റുന്നു, ആ സമയത്തൊക്കെ സൂക്ഷിച്ച് വേണ്ടത് ചെയ്തൂടെ? ഇത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം എന്നെ പീഡിപ്പിച്ചു, ഞാൻ അറിയാതെ ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? എന്താണെങ്കിലും അത്യാവശ്യം പക്വത പരിവട്ടം ആവുമ്പോഴാണല്ലോ ഈ രീതിയിലൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ബോധത്തോട് കൂടിയിട്ട് അതിനെ കളഞ്ഞ് ഒഴിവാക്കുവാനോ അതല്ലെങ്കിൽ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇത്രയും നമ്മുടെ ജീവിതം അവസാനിക്കുന്ന, നമ്മുടെ ലൈഫ് നശിക്കുന്ന, ജനങ്ങൾക്കിടയിൽ നമ്മൾ ആകെ മാറി എരപ്പാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാവരുത്. ഈ ഒരു വാർത്തയുമായി അനുബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുവെങ്കിൽ നമുക്കൊന്നൊക്കെ പരന്ന് എല്ലാ കോഴ്സ് പഠിക്കാനും പല രീതിയിൽ ജോലി ചെയ്യാൻ എല്ലാവരും പെണ്ണൊക്കെ പുറത്താണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഉള്ളിൽ നമ്മളെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഭാവി, അതല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത, ഇതൊക്കെ നശിച്ചുകൊണ്ടുള്ള ഒരു ആസ്വാദനത്തിലേക്ക്, സുഖത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് പോവാതെ സൂക്ഷിക്കുക. അതിപ്പോ പിന്നെ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ കുറെ ബെസ്റ്റി, ഗുസ്റ്റി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ശരിയും തെറ്റും നോക്കാൻ നടന്നിട്ട് കാര്യമില്ല. അത് പലർക്കും പലതും ശരിയായിരിക്കും. എല്ലാവർക്കും എല്ലാ ശരികളും ശരിയായിക്കൊള്ളുന്നില്ല. എന്റെ ശരി മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം, മറ്റുള്ളവരുടെ തെറ്റ് എനിക്ക് ശരിയായിരിക്കാം. ഇന്നിപ്പോ അങ്ങനെയാണ് നിയമങ്ങളും സംവിധാനങ്ങളും. അപ്പൊ അവിടെ നമ്മൾ ഈമാനി ഇഖ്ലാസ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ഹറാമാണോ ഹലാൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ ആത്മീയ താളത്തിലൂടെ പോകുന്നവർ ചിന്തിക്കുക, അതുമായിട്ട് അത് അവരും അവരുടെ റബ്ബ് അല്ലെങ്കിൽ നിയമങ്ങളുമായിട്ട് എല്ലാവരും ഇപ്പൊ ഇത് നോക്കിയിട്ടൊന്നും അല്ല ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നാശം വിതച്ചുകൊണ്ട് ഒരു സുഖങ്ങളിലേക്കും ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കും അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളിലേക്കും പോകാതിരുന്നാൽ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രവർത്തികളെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. എല്ലാം ബി പോസിറ്റീവ്, ബി കെയർഫുൾ. ഓക്കെ, ബൈ.